പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും 11-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ട്രാനിയിൽ ഒരു സ്ത്രീ നടത്തിയ പ്രഹസനങ്ങൾ ഇന്ന് ശാസ്ത്രലോകത്തിനു മുന്നിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ശേഷിപ്പിച്ച് നിലകൊള്ളുന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തിന് കാരണമാവുകയായിരുന്നു. തിരുവോസ്തിയിലെ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ ഒരു വിജാതീയ സ്ത്രീ ക്രൈസ്തവരായ തന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കൂദാശ ചെയ്ത തിരുവോസ്തി കൈക്കലാക്കി. തിരുവോസ്തി വീട്ടിൽ കൊണ്ടുവന്ന സ്ത്രീ വറച്ചട്ടിയിൽ എണ്ണയൊഴിച്ച ശേഷം തിരുവോസ്തി അതിലിട്ട് പൊരിക്കാൻ ആരംഭിച്ചു. എണ്ണയോട് ചേർന്ന തിരുവോസ്തിയിൽ രൂപമാറ്റം സംഭവിക്കുകയും അത് രക്തമൊഴുകുന്ന യഥാർത്ഥ മാംസമായി തീരുകയും ചെയ്തു. ആ രക്തം അവളുടെ മേലും ആ വീട് മുഴുവനിലും നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ഭയചകിതയായ സ്ത്രീ ഉറക്കെ കരഞ്ഞ് നിലവിളിക്കുകയും കരച്ചിൽ കേട്ട് അനേകർ ഓടിയെത്തുകയും ഇവയ്ക്കെല്ലാം സാക്ഷികളാവുകയും ചെയ്തു. ഉടനെ തന്നെ ആർച്ച് ബിഷപ്പിനെ വിവരമറിയിക്കുകയും ആർച്ച് ബിഷപ്പ് ആ തിരുവോസ്തി ദേവാലയത്തിലേക്ക് കൊണ്ടുവരാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. വിശുദ്ധ ആൻഡ്രോസിന്റെ ദേവാലയത്തിൽ അവിടെ സിസ്റ്റേഷ്യൻ ആശ്രമാധിപനായിരുന്ന ഫെർഡിനാൻഡോ ഉഗെല്ലി ഇറ്റാലിയ സാക്ര എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം എഴുതി: നമ്മുടെ വിശ്വാസത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ട്രാനിയിൽ തിരുവോസ്തി പൊരിക്കാൻ ഉദ്യമിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിൽ ക്രിസ്തുവിന്റെ മാംസരക്തങ്ങൾ വെളിപ്പെടുകയായിരുന്നു. ഈ അത്ഭുതത്തിന് സ്ഥിരീകരണമെന്നോണം വിശുദ്ധ പാദ്രി പിയോയും ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി: ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടാൻ ഭാഗ്യം ലഭിച്ചതാണ് ട്രാനിക്ക്. 1706 ആ സ്ത്രീയുടെ ഭവനം ഒരു ദേവാലയമാക്കി മാറ്റി. 1616 അത്ഭുത തിരുവോസ്തിയുടെ തിരുശേഷിപ്പ് ഫാബ്രീസിയോ ഡി കുനിയോ സംഭാവന ചെയ്ത വെള്ളികൊണ്ട് നിർമ്മിച്ച അരുളക്കയിലേക്ക് മാറ്റി. കാലാന്തരത്തിൽ വിവിധ പരീക്ഷണങ്ങൾ ഈ തിരുശേഷിപ്പിൽ നടത്തുകയും രക്തത്തിന്റെ സാന്നിധ്യം പല പ്രാവശ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. 1924 നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ വെച്ച് മോൺസിഞ്ഞോർ ജുസെപ്പെ മരിയ ലയോയുടെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങൾ പ്രസ്തുത സംഭവത്തെ ദിവ്യകാരുണ്യ അത്ഭുതമായി വീണ്ടും സ്ഥിരീകരിച്ചു. സ്വർഗാരോപിത മാതാവിന്റെ നാമധേയത്തിലുള്ള ഇറ്റലിയിലെ ട്രാനിയിലെ ദേവാലയത്തിൽ പ്രസ്തുത ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ ജീവൻ തുടിക്കുന്ന തെളിവുമായി അത്ഭുത തിരുവോസ്തിയും തിരുവോസ്തി പൊരിക്കാൻ ഉദ്യമിച്ച വറച്ചട്ടിയും ഇന്നും വണക്കത്തിലുണ്ട്.